ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായി പോകുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സേമിയ വെച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സേമിയ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് ഉപ്പുകൂടി ഇട്ടാണ് വെച്ചിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞു വയ്ക്കാം. ഒരു ക്യാരറ്റ്, ഒരു സവാള, 2 ബീൻസ്, ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ചെറിയൊരു കളറിന് വേണ്ടി സേമിയ എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ആ ഒട്ടലങ്ങ് മാറും. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് അരിഞ്ഞു വെച്ച സവാളയും ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് വഴറ്റാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും വറ്റൽ മുളകും തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സേമിയ കൂടി തട്ടിയിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇത് ഇന്നത്തെ അത്താഴമാണേ. അപ്പോഴിത് മാത്രം പറ്റില്ലല്ലോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പപ്പടം ചെറുതായി കട്ട് ചെയ്ത് അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ടായിരുന്നേ. മുട്ടയെല്ലാം ഒന്ന് വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനെടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ചതച്ച മുളകും കുരുമുളക് പൊടിയും അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴറ്റി മുട്ടയും കൂടി അതിൽ ഇട്ടൊന്ന് യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ അത്താഴം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കൊച്ചുങ്ങൾക്കൊക്കെ ഇച്ചിരി സോസ് കൂട്ടിയൊക്കെ കൊടുത്താൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.